ചാത്തന്നൂരാണ്. അതായത് കൊല്ലം ജില്ലയിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മണ്ഡലമാണ് ഈ ചാത്തന്നൂർ എന്ന് പറയുന്നത്. നേരെ ചാത്തന്നൂരിലേക്ക് പോയാലോ? ആരൊക്കെ തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത്? ആർ രവീന്ദ്രനാണ് അവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഗൗതം, നമ്മൾ ഈ ചാത്തന്നൂരിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ചാത്തന്നൂര് എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി ഇടതിന്റെ കോട്ടയാണ്. പക്ഷേ 2011 മുതൽ ആ ചിത്രം മാറാൻ തുടങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ രണ്ടാമത്തെ കോൺഗ്രസിനെ മൂന്നാമതാക്കിക്കൊണ്ടതാ ഇദ്ദേഹത്തെ നോക്കൂ. നടുക്കിരിക്കുന്നത് പോലെ അദ്ദേഹം നായകനാകും 2026. മാർക്ക് മൈ വേർഡ്സ്. BB ഗോപകുമാറാണ് അവിടുത്തെ NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. 2011 മുതൽ കൃത്യമായി NDAയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്ന് സംശയം പറയാം. കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഈ മാലിന്യ നിർമ്മാർജ്ജനമായിക്കോട്ടെ, അങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ അദ്ദേഹം വിജയിച്ചില്ല എങ്കിൽ കൂടിയും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു. GS ജയലാലായിരുന്നു അവിടുത്തെ MLA. ഇപ്പോൾ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് ആർ രവീന്ദ്രനാണ്. ഇദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം LDFന്റെ കേഡർ വോട്ടുകൾ മാത്രമാകും ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യത. ഇനി സൂരജ് രവിയെ നമ്മൾ ഈ ചിത്രത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു പെട്ടാമെന്ന് തോന്നുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നോക്കൂ അശ്വതി, ഈ BB ഗോപകുമാറിന്റെ ഭയന്നിട്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇരിക്കേണ്ടത് UDFന്റേത് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ BB ഗോപകുമാർ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള ഫോർവേഡ് ബ്ലോക്കിന് ആദ്യം വെച്ചുമാറിയ ചാത്തന്നൂർ ഭയന്ന് വിറച്ച് UDFും LDFും ഒരുപക്ഷെ അതൊരു ഡീൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇവിടെ നോക്കൂ, സൂരജ് രവിയെ കോൺഗ്രസ് അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് UDF അവിടെ അങ്ങനെ ഒരു സാമുദായിക വോട്ടുകൾ ഇദ്ദേഹത്തിന് നിർണായകമാണ് കേട്ടോ. BB ഗോപകുമാറിന്റെ പെട്ടിയിലേക്ക് SNDP അല്ലെങ്കിൽ ഈഴവ വോട്ടുകൾ വലിയ തോതിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് അശ്വതി, കൊല്ലം എന്ന് പറയുന്നത് BJPക്ക് പരമ്പരാഗതമായി സ്വാധീനമുള്ള ഒരു ജില്ല ആയിരുന്നില്ല. ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. കശുവണ്ടി തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ, തീരദേശങ്ങൾ, അങ്ങനെ പരമ്പരാഗതമായി CPM അവരുടെ ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തെ ചേർത്ത് നിർത്തിയ CPM ആയിരുന്നു. പക്ഷെ ഇന്ന് അവസ്ഥ അതല്ല. അതായത് കടക്കില് പോലുള്ള സ്ഥലങ്ങൾ അടങ്ങുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ എന്നത് കൂടി ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായും കല്ലുവാതിക്കൽ അടങ്ങുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്നത്. കല്ലുവാതിക്കൽ, പൂതക്കുളം തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ഈ BJP വലിയ തോതിൽ, പ്രത്യേകിച്ച് കല്ലുവാതിക്കൽ, ഭൂതക്കുളം ഞാൻ എടുത്തു പറയുകയാണ്, ഈ രണ്ട് പഞ്ചായത്തുകളിലും BJPക്ക് വലിയ സ്വാധീനമുണ്ടായി. അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കാണിച്ചതേ അതിന്റെ ഫലമായാണ് വോട്ട് കൂടാൻ. അതായത് BB ഗോപകുമാറിന്റെ അക്കൗണ്ടിലേക്ക് വീഴുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും അത് കല്ലുവാതിക്കലിലെയും ഭൂതക്കുളത്തെയും ആകും. ഓക്കെ. അപ്പോൾ നമുക്ക് 2021-ലും 2024-ലും എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാലോ. അപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ വരുന്നത് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ എങ്ങനെയാണ് BB ഗോപകുമാർ മാജിക് കാണിച്ചത്. അതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ 2016-ലും BB ഗോപകുമാർ തന്നെയാണ് അവിടെ NDA സ്ഥാനാർത്ഥിയാകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് പുറകിലേക്ക് പോകാം. എങ്ങനെയാണ് അവിടുത്തെ BJPയുടെ വളർച്ച എന്നത് ഞാൻ പറയാം. 2011-ൽ കേവലം 4000-നടുത്ത് വോട്ടുകൾ മാത്രമാണ് 2011-ൽ BJPക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 4000-നടുത്ത് വോട്ടുകൾ മാത്രമുള്ള BJP 2016-ലേക്ക് എത്തുമ്പോൾ BB ഗോപകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെ 33,000 വോട്ടുകൾ ഒറ്റയടിക്ക് ഉയരുകയാണ്. അതായത് 4000-ൽ നിന്നും 33,000 എന്ന ഒരു വലിയ വോട്ട് ഷെയറിലേക്ക് BJP മാറുന്നു. ചാത്തന്നൂരിൽ 2ാം സ്ഥാനത്ത് എത്തുകയാണ് BJP 2016-ൽ. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ BJPയുടെ അധ്യക്ഷനായി നിന്ന് കേരളത്തിൽ അതിശക്തമായ പ്രചരണം നടത്തി 8 സ്ഥലങ്ങളിൽ BJP അന്ന് വലിയ തരംഗമുണ്ടാക്കിയിരുന്നു. അത് നേമത്ത് അക്കൗണ്ട് തുറന്നു. 2016-ലാണ് ആദ്യമായി കേരള രാഷ്ട്രീയത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നത്. O രാജഗോപാലിലൂടെ നേമത്ത് വിജയിക്കുകയും കേരളത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തത് 2016-ലാണ്. അങ്ങനെ 7ഇടത്ത് രണ്ടാമതെത്തിയതിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്നത്. അപ്പോൾ 2021-ൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2016-ൽ 33,000 ആയിരുന്നു BB ഗോപകുമാറിന്റെ വോട്ടെങ്കിൽ അത് 42,190 എന്ന നിലയിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും GS ജയലാൽ അവിടെ 59,296 വോട്ടുകൾ നേടി. BB ഗോപകുമാർ 42,000. ഒപ്പം പീതാംബരക്കുറുപ്പ് കോൺഗ്രസിന്റെ വളരെ പ്രതാപം അവകാശപ്പെടാൻ കെ കരുണാകരന്റെയൊക്കെ അടുത്ത് പഴയ കരുണാകരന്റെയൊക്കെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ പീതാംബരക്കുറുപ്പ് കൂടെ തന്നെ കാണും. പക്ഷെ അതൊക്കെ പഴയ കാലമാണ്, അതൊക്കെ പാസ്റ്റ് ആണ്. 34,280 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് കൂടി നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ UDFനാണ് മേൽക്കൈ ലഭിച്ചിരിക്കുന്നത്.
52,486 വോട്ടുകൾ UDF സ്വന്തമാക്കിയപ്പോൾ LDF ആകട്ടെ 36,915 വോട്ടുകൾ, NDA 31,643 വോട്ടുകളുമാണ് അവിടെ സ്വന്തമാക്കിയത്. അതായത് അശ്വതി, BB ഗോപകുമാർ മത്സരിക്കുന്ന ആ രീതിയിലുള്ള വോട്ട് അവിടെ NDAക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ പറയണം. അതായത് വ്യക്തിപ്രഭാവം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു BB ഗോപകുമാറിന്റെ വ്യക്തിപ്രഭാവം കൂടി അതിന്റെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ചാത്തന്നൂർ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാണ്. കല്ലുവാതിക്കലാണ് എന്റെ സ്വദേശം. അദ്ദേഹം എന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഞാൻ SN സ്കൂൾ ചാത്തന്നൂരിലാണ് പഠിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം എടുത്തു പറയേണ്ടതാണ്. കാരണം ചാത്തന്നൂരിന്റെ മുക്കും മൂലയിലും അദ്ദേഹം കാണും. കാരണം എല്ലാവരോടും അത്ര ജനകീയനായാണ് ഇടപെടുന്നത്. ജനകീയ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം അവിടെ ചെലുത്തുന്ന സ്വാധീനം ഒരു പക്ഷേ GS ജയലാലിനെ പോലും ചങ്കിടിച്ചു പോയ നിമിഷങ്ങളായിരുന്നു എന്ന് തന്നെ പറയണം. കാരണം ശക്തമായി തന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രചരണ രീതി കൂടി നോക്കൂ. ഈ ന്യൂജൻ വൈബ് പിടിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രചരണം. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി കൃത്യമായി ജനങ്ങളിലേക്ക് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആഴത്തിലേക്ക് ഇറക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ട്, ജനകീയ ഇടപെടലുണ്ട്. ഒപ്പം മറ്റ് രണ്ട് പാർട്ടികളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം അവരുടെ രണ്ടുപേരുടെയും വോട്ടുകൾ അദ്ദേഹത്തിന്റെ പെട്ടിയിലേക്ക് വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അദ്ദേഹം പ്രവർത്തിച്ച് കാണിക്കുന്നതിലാണ്. അധികം അങ്ങനെ വാചാലനാകുന്ന നേതാവല്ല അല്ലെ. അധികം അങ്ങനെ ഒരുപാട് സംസാരിച്ച് വാക്കുകളിൽ അല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലാണ്. കൗണ്ട് ഡൗണിൽ നമ്മൾ ചർച്ച ചെയ്തത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ്. 2016-ലും 2021-ലും NDA BJP രണ്ടാം സ്ഥാനത്തെത്തി കേരള രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത 2026 ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ബഹുദൂരം മുന്നിലാണ് അവിടെ BB ഗോപകുമാർ. ഒരു ഗോപൻ എഫക്ട് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് ഞാൻ വ്യക്തിപരമായി കാണാൻ പോകുന്നത്. ചാത്തന്നൂർ ഗോപന്റെ ആറാട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് M മനോജിനോട് ചോദിക്കാം, എന്താണ് കൊല്ലത്തെ രാഷ്ട്രീയ പശ്ചാത്തലം, എന്താണ് ഒപ്പം BB ഗോപകുമാറിന്റെ വിജയപ്രതീക്ഷ? അതായത് മനോജ്, കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്നത്. കാരണം 16-ലും 21-ലും ഒക്കെ NDA വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു. BB ഗോപകുമാർ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് SNDP യോഗത്തിൻ്റെയൊക്കെ വലിയ പിന്തുണയുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയാൻ എത്രത്തോളം വലിയ സാഹചര്യമാണ് ഈ ചാത്തന്നൂരിൽ കാണുന്നത് മനോജ്? അശ്വതി, കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു മാറ്റം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ആ ചിത്രമൊക്കെ മാറിയിരിക്കുന്നു. എന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന കൊല്ലമെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ജില്ലയെ ഇന്ന് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം വലിയ മാറ്റം ഓരോ മണ്ഡലങ്ങളിലും സംഭവിച്ചിരിക്കുന്നു, ഓരോ പഞ്ചായത്തുകളിലും സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. ചാത്തന്നൂരിൽ ഒരു തിരുത്തുണ്ട്. LDF സ്ഥാനാർത്ഥിയായിട്ടുള്ളത് R രാജേന്ദ്രനാണ്, CPI-യുടെ. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സൂരജ് രവിയും BJP-യുടെ സ്ഥാനാർത്ഥിയായി BB ഗോപകുമാറുമുണ്ട്. ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും നോക്കുമ്പോൾ കൃത്യമായും രാഷ്ട്രീയ നിലപാടോടുകൂടി തന്നെ ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് BB ഗോപകുമാർ. അതോടൊപ്പം തന്നെ ഈ അധ്യാപക അനുഭവം, അതോടൊപ്പം സാമുദായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അദ്ദേഹത്തെ ജനങ്ങളോട് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറയുന്നത്, അതായത് 5 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് ഈ ചാത്തന്നൂർ മണ്ഡലം എന്ന് പറയുന്നത്. ആദിച്ചനെല്ലൂർ, പൂയപ്പള്ളി, ചാത്തന്നൂർ, ചിറക്കര, പൂതക്കുളം, കല്ലുവാതുക്കൽ എന്നിങ്ങനെ 5 പഞ്ചായത്ത്, പരവൂർ മുനിസിപ്പാലിറ്റിയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണത്തെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ അവിടെ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളത് ചിറക്കര പഞ്ചായത്തിൽ BJP 2000-ന് മുകളിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ചാത്തന്നൂർ നോക്കിക്കഴിഞ്ഞാൽ ചാത്തന്നൂരും ഏകദേശം ലീഡിന്, അതായത് ഒരു 500 മുതൽ 1000 വരെ ലീഡ് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കല്ലുവാതുക്കൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാരിപ്പള്ളി മേഖലയിലും അതോടൊപ്പം തന്നെ കല്ലുവാതുക്കൽ മേഖലയിലുമൊക്കെ ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിന് UDF നൽകാനിരുന്ന ഒരു സീറ്റ് പിന്നീട് അവിടെ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. പല രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളും കോൺഗ്രസ് കൊണ്ടുവരുന്നു. ഒന്ന് പടപൊരുതാൻ നോക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തേക്ക് റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2016-ൽ 25% അധികം വോട്ട് നേടി BB കുമാർ അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിൽ അടുത്ത 2021-ലേക്ക് വരുമ്പോഴേക്കും അത് 30% കൂടുതൽ ഉയർത്താൻ, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉയർത്തിയ ഒരു മണ്ഡലമായിരുന്നു ചാത്തന്നൂർ അന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് അത്രത്തോളം ചാത്തന്നൂർ മേഖലയുമായി അതോടൊപ്പം തന്നെ ഓരോ പഞ്ചായത്തുകളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. കഴിഞ്ഞ BJP-യുടെ ജില്ലാ തലങ്ങളിൽ
മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു വന്നിരുന്നു. ഇന്ന് മേഖലാ തലത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്തായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കടമ്പ കടക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ MLA-യുടെ പ്രവർത്തനങ്ങൾ കൃത്യമായും അവിടെ വിലയിരുത്തപ്പെടേണ്ടി വരും. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വികസനമാണ് ആവശ്യം. നമുക്കറിയാം പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് വ്യവസായങ്ങളുണ്ട് ഈ കൊല്ലത്തുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കശുവണ്ടി വ്യവസായമായാലും കയർ വ്യവസായമായാലും എവിടെ എത്തി നിൽക്കുന്നുവെന്ന് കൃത്യമായും നമുക്കറിയാം. എത്ര ഫാക്ടറികളാണ് പൂട്ടിപ്പോയതെന്നുള്ള കണക്ക് പോലും ഇന്ന് കൃത്യമായും ഈ LDF-ന്റെ പ്രതിനിധികൾക്ക് അറിഞ്ഞുകൂടാ. പല ചോദ്യങ്ങളും ഉന്നയിക്കുമ്പോൾ അവരൊക്കെ തന്നെ അതിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് പല മേഖലയിലും ഉണ്ടായിട്ടുള്ള ഒരു വികസന മുരടിപ്പ്. അത് ചർച്ചയാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ നന്ദി. ഈ സന്ധ്യയിൽ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ എന്താണ്, അതോടൊപ്പം തന്നെ അവിടുത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ അന്തരീക്ഷം എന്താണ് എന്നതിനെ പറ്റി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചതിന് ഏതായാലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ചാത്തന്നൂർ എന്ന കാര്യത്തിൽ സംശയമില്ല.